തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു പഴയ കാലത്തെ ഒരു പലഹാരം ഉണ്ടാക്കാം. ഏതാണ്ട് ഒരു 50 വർഷം മുമ്പുള്ളൊരു മുത്തശ്ശിമാരെല്ലാം ഉണ്ടാക്കുന്ന ഒരു പിടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഉണക്കലരിയാണ്. സാധാരണ എല്ലാവരും പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ ഇതിപ്പോൾ ഉണക്കലരിയാണ്. ഞങ്ങളുടെ വീട്ടിൽ പണ്ടേ ഞങ്ങൾക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന വീടായത് കാരണം ഞങ്ങൾ ഉണക്കലരി കൊണ്ടാണ് ഉണ്ടാക്കാറ്. നമുക്കതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതൊരു കപ്പ് ഉണക്കലരി ഉണ്ട്. അതിലേക്ക് ആവശ്യമായത് ഉപ്പ്, ജീരകം, തേങ്ങ ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. അത് പുറകെ കാണിക്കാം. ഇപ്പം നമ്മൾ ഈ അരി ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കഴുകി വാരി പൊടിക്കണം. ഞാനിത് വെള്ളത്തിലിടാം. ഇപ്പം നമ്മൾ 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് അരി കഴുകി വാരി ക്ലീനാക്കി കൊണ്ടുവന്നേക്കണതാണ്. ഇനി നമ്മളിത് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് അരി പൊടിച്ചെടുത്തു. പക്ഷെ ഇത് അരിക്കണില്ല. ഞാൻ പറഞ്ഞല്ലോ പഴയകാലത്തെ പിടിയാണിത്, ഇപ്പോഴല്ല. ഇപ്പോഴാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി വേണം, അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഉണക്കലരി ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം മിക്സിയിലൊന്ന് കറക്കി എടുത്തു, അത്രയേ ഉള്ളൂ. നൈസല്ല ഇത്. ദേ തരിയായിട്ടാണ്. ഞാൻ വേണമെങ്കിൽ കൈകൊണ്ട് കാണിക്കാം. ദേ ഈ രീതിയിൽ നമ്മൾ തരിയായിട്ടാണ് പൊടിച്ചെടുത്തത്. ഇനി നമ്മളിത് വറുത്തെടുക്കണം. ഇപ്പം നമ്മൾ ഉണക്കലരി വെള്ളത്തിലിട്ട് 4 മണിക്കൂർ വെച്ച് കുതിർത്തി മിക്സിയിൽ പൊടിച്ചെടുത്തു. അരിച്ചിട്ടില്ല. ഇപ്പം ഞാനിത് ഇതിനകത്തേക്ക് ഇടാം. വറക്കണം ഇത് നന്നായിട്ട്. ഇപ്പം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. വറുത്ത് റെഡിയാക്കി നമ്മൾ. ഇതിനൊരു സ്മെല്ല് വരും, അതാണ് ഇതിൻ്റെ കണക്ക്. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ പൊടി വറുത്ത് ചൂടാറാൻ വെച്ചു. പൊടി കുഴയ്ക്കാനുള്ള വെള്ളമാണിത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ്. കുറച്ച് ജീരകം ചതച്ചിടുക, പൊടിച്ചിട്ടില്ല, ചതച്ചത്. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് റെഡിയായി. ഇപ്പം നമ്മൾ അരിപ്പൊടി വറുത്ത് കൊണ്ടുവന്ന് ഈ രീതിയിൽ നമ്മൾ പൊടി വറുത്തെടുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ തരിയായിട്ട് നമ്മൾ വറുത്തെടുത്തു അത്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഈ രീതിയിൽ ഇത് കുഴച്ചെടുത്തു. നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് ഇടണം. ഇപ്പം നമ്മുടെ മാവ് നമ്മൾ കുഴച്ചു. സഹിക്കാവുന്ന ചൂടിൽ അത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ചൂടുണ്ടാവും, ചെറിയ ചൂട് ആണെങ്കിൽ പറ്റും. നല്ല ചൂടാ. ഇപ്പം നമ്മുടെ പിടിയുടെ മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി. ഈ രൂപത്തിലുണ്ട്. ദേ ഇങ്ങനെയാണ്. ഇനി നമ്മൾ ചെറിയ ഉരുളകളായിട്ടത് ഉരുട്ടിയെടുക്കണം.
ഇത് ഈ രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കണ്ടേ, നോക്കൂ, ഈ രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കും. ഇനിയും കുറച്ചും കൂടി ചെറുതായാലും അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി ഉരുട്ടിയിട്ട് കാണിക്കാമേ. ഇപ്പം നമ്മുടെ പിടി ഉണ്ടകൾ റെഡിയായി. നമുക്കിത് അടുക്കളയിലേക്ക് പോകാം. ഇപ്പം നമ്മളിതിലേക്ക് ഇടുക കേട്ടോ. അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഉണ്ടകളെല്ലാം ഇട്ടു. ഇനി ഇത് ഇളക്കാൻ പാടില്ല. ഇളക്കിയാലും ചിലപ്പോൾ പൊട്ടിപ്പോവും, ഉടഞ്ഞു പോവും. തിളച്ചതിന് ശേഷം ഇളക്കാം. നമ്മൾ 1 സ്പൂൺ അരിപ്പൊടി ഇവിടെ വച്ചിട്ടുണ്ട്. അത് നമുക്ക് കലക്കി ഇത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കണം. നമ്മൾ 1 സ്പൂൺ പൊടി കലക്കിയത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പം നമ്മുടെ പിടി റെഡി ആയിട്ടോ. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് ഉണക്കലരി ആയതുകൊണ്ടാണ് ഇന്നേയും നിറം. അല്ലെങ്കിൽ വൈറ്റ് നന്നായിട്ട് വെളുത്തിരിക്കും. ഇത് ചെറിയ രീതിയിൽ ചുമന്നിരിക്കും. അരി അങ്ങനത്തതാണ്. നമുക്കിതിനകത്തേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ പിടി റെഡിയായി. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അന്നേരം ഇതിൻ്റെ വെള്ളം വറ്റി കട്ടയാവും. ഇത് കുറച്ചും കൂടി ഉരുളിയുടെ ചൂട് കാരണം ഇത് കുറച്ചും കൂടി വറ്റി ഇതാവും. നമ്മളുടെ പിടി റെഡിയായി. ഇതാണ് പിടി. വെളുത്തിരിക്കാത്തതിൻ്റെ കാരണം ഇത് പച്ചരിയല്ല, ഉണക്കലരി ആയതുകൊണ്ടാണ്. പക്ഷേ ടേസ്റ്റ് പച്ചരിയേക്കാളും ടേസ്റ്റ് ഇതിനാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.